പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്ക് പിറകിലും ഓരോ സൂറത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലും പടച്ച തമ്പുരാന് ഓഫർ ചെയ്യുന്നത് പടച്ച റബ്ബേ മാരകമായ അത്ഭുതകരമായ ഓഫറുകളാണ്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്തായ അലം നശ്റഹ് സൂറത്ത് ഒരാൾ ദൈനംദിന ജീവിതത്തിൽ അലം നശ്റഹ് സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ പ്രയാസഘട്ടങ്ങളേ ഉണ്ടാവുകയില്ല. എന്ത് പ്രയാസങ്ങളാണെങ്കിലും അത് മറികടക്കാനുള്ള വഴി ഓട്ടോമാറ്റിക്കലി അള്ളാഹു അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കും. അതിനപ്പുറം ഒരാൾ വലത് കൈ ഇടത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച സൂറത്തു അലം നശ്റഹ്. കഴിഞ്ഞിട്ടില്ല മക്കളെ, നിങ്ങളെ ഭക്ഷണത്തിന് വിശാലത, ആയുസ്സിന് വിശാലത, അതുപോലെ ഒരാൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും മറവിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ വലത് കൈ ഇടത് നെഞ്ചത്ത് വെച്ചിട്ട് 7 തവണ ഈ സൂറത്ത് ഓതിയാൽ അവൻ പഠിച്ച കാര്യങ്ങളൊന്നും മറക്കില്ല എന്ന് വരെ ഓഫറുകൾ പടച്ച തമ്പുരാനി നമുക്ക് നിക്ഷേപിച്ച് തന്ന, ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്ന സൂറത്തു അലം നശ്റഹ് പതിവാക്കാൻ ശ്രമിക്കുക. ഫയൽ പേപ്പർ എടുത്തിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ വരുന്നത് കണ്ടപാടെ നമ്മൾ വായിച്ചു നോക്കി, കണ്ണടക്കം ഇട്ടിട്ട്. ഈ വരുന്ന സ്ത്രീ ഇവരുടെ ഭർത്താവ് ടെറസിന്റെ മേലേന്ന് വീട് പരിക്ക് പറ്റിയതാണ്. ചികിത്സാ ചെലവിൽ 10 ലക്ഷം ചെലവായി. ഈയിടെ ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടു. മക്കൾ 3 പേരും മാനസിക രോഗികളാണ്. നിങ്ങൾ കാര്യമായി ഉദാരമായി സംഭാവന ചെയ്യുക. അബൂബക്കർ ഹാജി പ്രസിഡന്റ്, അബ്ദുള്ള ഹാജി ജംസക്കർ. ഇത് വായിച്ചിട്ട് നമ്മളൊരു ഡയലോഗ്, തട്ടിപ്പാണോ തട്ടിപ്പാണോ, കുറെ തട്ടിപ്പന്മാരെ ഇറങ്ങിയ കാലം, വിശ്വാസമൊന്നും ഇല്ല കേട്ടാ മോനെ, ഒരു 100 രൂപ ഉണ്ട്. ഇത് കൊടുക്കുമ്പോൾ ആ പെണ്ണുങ്ങളുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വീണ്ട് ഈ ചോദ്യം വേദനിച്ചുകൊണ്ട് ഈ 100-ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വതക്കൻ്റെ കൂലിയിട്ടൊന്നും? നിങ്ങൾക്കറിയാലോ, ഈ പെണ്ണുങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പാത്രം ഇങ്ങനെ കഴുകണ്ട. അപ്പോൾ ആരോ വന്നപ്പോൾ കൊടന്ന് വലൈക്കും സലാം, എന്തായാലും എനിക്കിതൊന്നും ശരിക്കും വായിക്കാനറിയാം, സഹായത്തിന് വന്നായിരിക്കും അല്ലേ. എന്നിട്ട് ഒരു വീട്ടിൽ ഉള്ളിക്കറി ഒരു ഭണ്ടാരിങ്ങനെ കുളിച്ചിട്ട് 2 ചുളിഞ്ഞ 10 രൂപ നിവർത്തിയിട്ട് എന്റെ ബർക്കത്തുണ്ട് എന്റെ മക്കളെ നന്ദി. ഇത് സ്വതക്കന്റെ കൂലി കിട്ടോ കിട്ടോ. ലെറ്റ് സ്മൈൽ ഇറ്റ്സ് ചാരിറ്റി. ഇതെന്നെ സാധനം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പാച്ചിയായിട്ട് ജീവിക്കണം. നമുക്ക് കഴിയുമെങ്കിൽ എന്റെ മക്കളെ ക്യാമ്പസിൽ കോട്ടിക്കെട്ടലൊന്നല്ല വിപ്ലവം, നിങ്ങൾ ക്യാമ്പസിൽ മുസ്ലിമായിട്ട് ജീവിക്കില്ല വിപ്ലവം. എല്ലാ ദിവസവും നമ്മുടെ സ്വന്തം മനസ്സിനെ തന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ അത് നമ്മെ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. ഒന്നാമത്തേത്, നിന്റെ ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളെല്ലാം നിന്നെ നശിപ്പിക്കാൻ വരുന്നതല്ല, ചിലതെല്ലാം നിന്റെ പാതയെ നന്നാക്കാൻ വേണ്ടി വരുന്നതാണ്. രണ്ടാമത്തേത്, നീ ഒരിക്കലും കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെ തടവറയിലെ ഒരു കുറ്റവാളിയായി, ഒരു പ്രിസണറായി മാറാതിരിക്കുക. അത് ഒരു പാഠമാക്കി മാത്രം ഉൾക്കൊള്ളുക. അത് നിന്റെ ജീവിതത്തിലുടനീളം ഭാണ്ഡമായി പേറി നടന്ന് സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കുക. മൂന്നാമത്തേത്, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുക. നീ എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുത്താൽ നീ ഫ്രീ ആയി നിന്നെപ്പോലെ മനസമാധാനം അനുഭവിക്കുന്നവർ മറ്റാരാണുള്ളത്? ഈ 3 കാര്യങ്ങൾ സ്വന്തം ശരീരത്തോട്, സ്വന്തം മനസ്സിനോട് എന്ന വിനയനെ പ്രഭാത സമയത്ത് തന്നെ ഉണർത്തിക്കൊണ്ടാകട്ടെ നമ്മുടെ ജീവിത പ്രാരാബ്ധ